ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് നവരാത്രി കഴിയുന്ന ദിവസമാണ്, ഇന്ന് ദസറയാണ്. അപ്പോൾ എൻ്റെ മുന്നേ ആദ്യം ഞാനിവിടെ വന്നപ്പോൾ നിന്നിട്ടുണ്ടായ ഒരു ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ ഫ്ലാറ്റിൻ്റെ അടുത്താണ് ചിത്രേച്ചി, അങ്ങനെയാണ് നമ്മൾ കമ്പനി ആയത്. അപ്പോൾ ചിത്രേച്ചി ഇന്ന് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 5:31 ഡ്യൂട്ടി കഴിഞ്ഞു. അപ്പോൾ ഞാനിവിടുന്ന് നേരെ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഭയങ്കര അടുത്താണ് ഫ്ലാറ്റ്. അപ്പോൾ ഞാൻ നേരെ ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നു, എന്നിട്ട് ഫുഡ് കഴിക്കുന്നു, തിരിച്ചു വരുന്നു. പായസമെല്ലാം ഉണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം നമുക്ക് നേരെ മെൽവിലേക്ക് പോവാം. മെൽവിൽ പാർക്കാണ് അവിടെ വീട്. അപ്പോൾ നമുക്ക് ഫ്ലാറ്റിലോട്ട് പോവാം. അപ്പോൾ കുറേ ആയി കണ്ടിട്ട്. നമ്മൾ നാട്ടിൽ പോകുന്നതിന് മുന്നേ നമ്മൾ ജൂലൈയിൽ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ കണ്ടിട്ടില്ല. അപ്പം ഇന്നങ്ങനെ നമുക്ക് പോയി കാണാം. ഓക്കെ, പിന്നെ ദർശനം ഉണ്ടാവും. അപ്പോൾ ദർശനം നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോവാം. ഓക്കെ, സീ യു ലേറ്റർ. അപ്പം ഞാൻ ഇറങ്ങി. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നോർമലി എനിക്ക് പോകേണ്ടത് ഇങ്ങോട്ടേക്കാണ്. ഇതിപ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബസ് കയറിയിട്ട് അങ്ങോട്ടേക്ക് പോകാം. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ചോക്ലേറ്റ്സൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചോക്ലേറ്റൊക്കെ വാങ്ങിയിട്ട് ഫ്ലാറ്റിലേക്ക് പോകാം കേട്ടോ. അയ്യോ ഗൈസ്, ഈ ബസ്സിലായിരുന്നു പോവേണ്ടിയിരുന്നത്. ആ ബസ് പോയി. ഇനി നമുക്ക് അടുത്ത ബസ് വരുന്നവരേക്കും കാത്തു നിൽക്കണം. ആക്ച്വലി നല്ല മഴ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ കുട കൊണ്ടുവന്നിട്ടില്ല. ഇപ്പം 2-3 ദിവസമായിട്ട് ഭയങ്കര മഴയാണ് സിംഗപ്പൂർ. അതുപോലെ തന്നെ വെയിലും ഉണ്ട് കേട്ടോ. മഴ മാത്രമല്ല, അതുപോലെ തന്നെ കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുമാതിരി വൃത്തികെട്ട കാലാവസ്ഥ. ഈ രാവിലെയെല്ലാം എഴുന്നേൽക്കുന്ന സമയത്ത് ഭയങ്കര മഴയായിരിക്കും, ചിലപ്പോൾ രാത്രിക്ക് ഭയങ്കര മഴയായിരിക്കും. അങ്ങനത്തെ ഒരു കാലാവസ്ഥയിലാണ് ഇപ്പം. അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര ഗ്ലൂമി. ഇന്ന് ഉച്ചക്ക് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നല്ല എന്താ പറയുക, ഭയങ്കര മഴ പിടിച്ചിട്ടുണ്ട്. ഞാൻ ജൂലൈയിൽ നാട്ടിൽ പോകുന്നതിന് മുന്നേ ആണ് കേട്ടോ ചിത്രേച്ചിൻ്റെ അടുത്ത് പോയത്. അതിന് ശേഷം ഇന്നാണ് പോകുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ പ്രാവശ്യം കാണാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നിട്ടില്ല. ഓരോരോ തിരക്ക് കാരണം നമുക്കത് നടന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു 3-4 സ്റ്റോപ്പ് കഴിഞ്ഞാൽ മെൽവിൽ പാർക്കിലേക്ക് എത്തും. ഇത് ഞാൻ മുന്നേ ഇവിടെ നിന്നിട്ടുണ്ടായ ഫ്ലാറ്റാണ് കേട്ടോ. നല്ല വൈബുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലാറ്റിലോട്ട് പോവുകയാണ്. എനിക്ക് എപ്പോഴും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നൊസ്റ്റു അടിക്കും. പക്ഷേ എനിക്ക് ഈ ഡാർക്ക്നെസ് ഇഷ്ടമല്ല. അടുത്ത് ഭയങ്കര ഒരു ഇരുട്ട് പോലെ ഇടാം. സോ നമുക്ക് ദർശനം എന്തെങ്കിലും വാങ്ങിക്കാം ആദ്യം. ഇതിവിടെ ഉള്ള ഒരു ഇന്ത്യൻ സ്റ്റോറാണ് കേട്ടോ. ഞാനിവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടത്തേക്കാണ് നമ്മുടെ ഇന്ത്യൻ ഗ്രോസറീസും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വരുന്നത്. അതായത് അരി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ ഇപ്പം പോവുകയാണ്. ഞാൻ അവന് ദർശന് വേണ്ട ചോക്ലേറ്റ് ഇതായിരുന്നു ഞാൻ താമസിച്ചിരുന്ന ഫ്ലാറ്റ്. അങ്ങനെ ഇപ്പോൾ ചിത്രേച്ചിന് ഏകദേശം ഒരു 1 ഇയർ അല്ല, ഒരു 2 ഇയേഴ്സോളം നമുക്കിപ്പം പരിചയമായിട്ടുണ്ട്. ഭയങ്കര ഒരു ഫാമിലി പോലെ തന്നെയാണ്. അങ്ങനെ ഇതാണ് കേട്ടോ ഞാൻ താമസിച്ചിരുന്ന വീട്. അത്രയും അടുത്തായിരുന്നു. ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. ചിത്രേച്ചിൻ്റെ ഓരോരോ ഫുഡും ഓരോരോ കറിയും അടിപൊളി ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ പായസമാണ് കേട്ടോ. ഞാൻ ഈ പായസത്തിനാണ് മെയിനായിട്ടും വന്നത്. അപ്പം വൈകുന്നേരം ആയതുകൊണ്ട് നല്ല മഴയെല്ലാം പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. പിന്നെ ചിത്രേച്ചിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല ഫുഡ് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഞാൻ ഇരിക്കുമായിരുന്നു. പക്ഷെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ദർശി കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ വന്നു കളിക്കാൻ പോയിട്ട്. അപ്പോൾ അവനിങ്ങനെ പറയുകയാണ്, അവൻ വിചാരിച്ചു തിരിച്ചു പോയിന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഓരോന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ
എല്ലാവരെയും നവരാത്രി എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്, കമൻറ്റ് ബിലോ. പിന്നെ ഞാൻ വ്രതമൊന്നും എടുത്തിട്ട് കാര്യമൊന്നുമില്ല എന്ന് തോന്നി. കാരണം നമുക്കങ്ങനെ മീൻസ് അങ്ങനെ കറക്റ്റായിട്ട് നോക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ വെറുതെ എടുത്തിട്ട് കാര്യമില്ല. നാട്ടിലെല്ലാം ആണ സമയത്താണെങ്കിലും ഓക്കെ, പക്ഷേ ഇവിടുന്ന് ഇങ്ങനെയൊന്നും പറ്റുന്നില്ല. അപ്പം നല്ല ലേറ്റ് ആയതുകൊണ്ട് ഇവരെന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ വരുവാണ്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ വരുന്നേക്കും. ഗുഡ് നൈറ്റ് ആൻഡ് സീ യു. ഓക്കെ, ബൈ.